ഊണും ഉറക്കമില്ലാത്ത ദിവസങ്ങൾ. സൂര്യൻ ഉദിക്കുന്നതിന് മുന്നേ തന്നെ എഴുന്നേൽക്കും. ഫെസ്റ്റിവൽസും സെലിബ്രേഷൻസും പരിപാടികളും ഫ്രണ്ട്സ് ഫാമിലി എല്ലാം സ്കിപ്പ് ചെയ്യുന്നു, എല്ലാം മിസ് ചെയ്യുന്നു. എന്നിട്ട് സ്വയം പറയാണ്, ഒരു ചാപ്റ്റർ കൂടി, ഒരു മോക്ക് ടെസ്റ്റ് കൂടി, ഒരു വർഷം കൂടി. ഇത്രയും സാക്രിഫൈസ് ചെയ്ത് ഇത്രയും കഷ്ടപ്പെട്ട് എക്സാം എഴുതി. എന്നിട്ടൊരു ദിവസം രാവിലെ ഫോൺ എടുക്കുമ്പോൾ കാണുന്നത് 2026 നീറ്റ് എക്സാം ക്യാൻസൽ ചെയ്തു, പേപ്പർ ലീക്കായി. 20 ലക്ഷം സ്റ്റുഡൻസ് ആണ് ഇപ്രാവശ്യം നീറ്റ് എക്സാം എഴുതിയത്. ഓൾ ഓവർ ഇന്ത്യ 20 lakhs. ആൻഡ് ഓൾ ഫോർ വാട്ട്? നത്തിങ്. നമുക്കറിയാം, എഡ്യൂക്കേഷൻ്റെ കാര്യത്തിലേക്ക് വരുമ്പോൾ കേരളം മറ്റുള്ള സംസ്ഥാനങ്ങളെ പോലെയല്ല. വി ഹാവ് വൺ ഓഫ് ദ ഹയസ്റ്റ് ലിറ്ററസി റേറ്റ്സ് ഇൻ ദ കൺട്രി. ബട്ട് ഞാൻ ഇനി പറയാൻ പോകുന്നത് ഒന്ന് പിക്ചർ ചെയ്യാം. വയനാട്ടിലെ ഗവൺമെൻറ് സ്കൂളിൽ പഠിക്കുന്ന ഒരു കുട്ടി, ക്ലാസ്സിലെ ടോപ്പറാണ്, ബയോളജിയാണ് ഫേവറേറ്റ് സബ്ജക്റ്റ്. അതിനോടുള്ള ഇഷ്ടം കാരണം +2 ശേഷം നീറ്റ് എക്സാം എഴുതുന്നു. പക്ഷേ തന്നോടൊപ്പം എക്സാം എഴുതാനിരിക്കുന്നത് ലക്ഷങ്ങൾ ഫീസ് കൊടുത്ത് വൺ ഓഫ് ദ ടോപ്പ് നീറ്റ് കോച്ചിങ് സെൻറ്ററിൽ 2 വർഷമായിട്ട് പഠിക്കുന്ന 10,000-ഓളം നീറ്റ് പാറ്റേൺസിലുള്ള MCQs സോൾവ് ചെയ്ത് പ്രാക്ടീസ് ചെയ്ത് വരുന്ന സ്റ്റുഡൻസിൻ്റെ ഒപ്പമാണ്. അവർ കോമ്പീറ്റ് ചെയ്യുന്നത് നോളജിനല്ല, പകരം വെരി സ്പെസിഫിക് ആൻഡ് വെരി എക്സ്പെൻസീവ് ആയിട്ടുള്ള പ്രിപ്പറേഷൻസിനോടാണ്. ആൻഡ് ദാറ്റ് ഈസ് നോട്ട് ദ സെയിം തിങ്. ആൻഡ് സാഡ്ലി ഒരു ഡോക്ടർ ആവാനുള്ള മെട്രിക്സ് അല്ല ഈ പറയുന്ന നീറ്റ് എക്സാമിൽ മെഷർ ചെയ്യുന്നതും. ശരിക്കും പറഞ്ഞാൽ നീറ്റ് എക്സാം ഒരു വില്ലനായിട്ടല്ല സ്റ്റാർട്ട് ചെയ്തത്. ഫസ്റ്റ് നീറ്റ് എക്സാം കണ്ടക്ട് ചെയ്യുന്നത് 2013 അതിനു മുന്നേ വരെ ഈ മെഡിക്കൽ അഡ്മിഷൻ ഒരു വലിയ മെസ്സായിരുന്നു, ഒരു തലവേദന പിടിച്ച പരിപാടിയായിരുന്നു. 46ഓളം എൻട്രൻസ് എക്സാമാണ് സ്റ്റുഡൻസിന് എഴുതേണ്ടി വന്നത്, അതും ഡിഫറെൻറ്റ് സിറ്റീസിലായിട്ട്. പ്രൈവറ്റ് കോളേജുകളൊക്കെ ഓപ്പൺ ആയിട്ട് സീറ്റ് സെല് ചെയ്തുകൊണ്ടിരുന്നു. മാനേജ്മെൻറ്റ് കോട്ട, ബാക്ക് ഡോർ എൻട്രീസ്. ഒരു കുട്ടിക്ക് മെഡിക്കൽ സീറ്റ് കിട്ടണമെങ്കിൽ ഡിഫറെൻറ്റ് സിറ്റീസിലേക്ക് ട്രാവൽ ചെയ്ത് ഡിഫറെൻറ്റ് ഫീസ് കൊടുത്തിട്ട് ഡിഫറെൻറ്റ് എക്സാംസ് എഴുതേണ്ട സിറ്റുവേഷൻ ആയിരുന്നു. ഇത് മാറ്റാൻ വേണ്ടിയിട്ടാണ് നീറ്റ് എക്സാം വന്നത്. ഒറ്റ എക്സാം, ഒറ്റ സ്റ്റാൻഡേർഡ്, നോ സീറ്റ് സെല്ലിംഗ്. ആൻഡ് ഈ പറഞ്ഞ പ്രശ്നങ്ങൾ നീറ്റ് എക്സാം സോൾവ് ചെയ്യുകയും ചെയ്തു. പക്ഷേ ഒരു ബ്രോക്കൺ സിസ്റ്റം ഫിക്സ് ചെയ്തു എന്ന് വിചാരിച്ച് ഈ വന്ന പുതിയ സിസ്റ്റം ശരിയാവണം എന്നില്ല. പുതിയ സിസ്റ്റത്തിന് അതിൻ്റേതായിട്ടുള്ള പ്രശ്നങ്ങളും ഉണ്ടായി തുടങ്ങി. ഒന്ന് ആലോചിക്കുക, 20 ലക്ഷം സ്റ്റുഡൻസും എഴുതുന്നത് ഒറ്റൊരു എക്സാമാണ്. ആൻഡ് അതിൽ നിന്ന് ടോപ്പ് സ്റ്റുഡൻസിനെ സെപ്പറേറ്റ് ചെയ്യാനുള്ള ഒരേ വഴി എന്ന് പറയുന്നത് എക്സാം കൂടുതൽ ടഫാക്കുക, കൂടുതൽ ബുദ്ധിമുട്ടാക്കുക എന്നത് മാത്രമാണ്. അങ്ങനെ ഫിസിക്സ് കൂടി നീറ്റ് എക്സാമിൻ്റെ സിലബസിൽ ഇൻക്ലൂഡ് ആക്കി. ഇൻഫാക്ട് പല എഞ്ചിനീയറിംഗ് എൻട്രൻസ് എക്സാംസിനേക്കാൾ കൂടുതൽ ടഫായിട്ടുള്ള ഫിസിക്സ് ക്വസ്റ്റ്യൻസ് ആണ് ഒരു മെഡിക്കൽ സീറ്റ് കിട്ടാൻ വേണ്ടിയിട്ട് എഴുതുന്ന നീറ്റ് എക്സാമിലുള്ളത്. ന്യൂഡൽഹിയിലെ എയിംസിലെ റിസർച്ചേഴ്സ് പറയുന്നത് കറന്റ് നീറ്റ് എക്സാമിൻ്റെ സിലബസ് മെഡിക്കൽ തിങ്കിങ്ങിനേക്കാൾ കൂടുതൽ എഞ്ചിനീയറിംഗ് റിലേറ്റഡ് ആണ് എന്നാണ്. ആൻഡ് മറ്റൊരു ഷോക്കിംഗ് കാര്യം എന്താണെന്നറിയോ? നീറ്റ് എക്സാമിന് ലോ, മീഡിയം ആൻഡ് ഹൈ സ്കോർ കിട്ടിയിട്ടുള്ള സ്റ്റുഡൻസിൻ്റെ ഫസ്റ്റ് ഇയർ മാർക്സ് നോക്കിയപ്പോൾ ഏകദേശം സിമിലർ ആണ്. അതായത് നീറ്റ് എക്സാം ജസ്റ്റ് പാസ്സായ ആളും ടോപ്പായിട്ട് പെർഫോം ചെയ്ത ആൾക്കും ഫസ്റ്റ് ഇയർ സിമിലർ മാർക്സ് തന്നെയാണ് കിട്ടുന്നത്. വിച്ച് മീൻസ് നിങ്ങളൊരു നല്ല ഡോക്ടർ ആവും എന്ന് നമുക്ക് നീറ്റ് എക്സാമിൻ്റെ സ്കോർ മാത്രം വെച്ച് പറയാൻ പറ്റില്ല എന്ന്. ഇറ്റ് കനോട്ട് അക്യുറേറ്റ്ലി പ്രെഡിക്റ്റ് ദാറ്റ്. പിന്നെ എന്താണ് അവർ പ്രെഡിക്റ്റ് ചെയ്യുന്നത്? ഏറ്റവും കൂടുതൽ പൈസ ചിലവാക്കി ഏറ്റവും കൂടുതൽ ഇൻഫോർമേഷൻസ് കാണാപ്പാടം പഠിക്കാൻ കഴിയുന്നവരെ. അതല്ലേ അവർ പ്രെഡിക്റ്റ് ചെയ്യുന്നത്? ജസ്റ്റ് തിങ്ക് അബൌട്ട് ഇറ്റ്. ദാറ്റ്സ് ദ റിയാലിറ്റി. 58,000 കോടിയാണ് ഇന്ത്യയിലെ കോച്ചിങ് ഇൻഡസ്ട്രിയുടെ വർത്ത്. ആൻഡ് കേരളത്തിലാണെങ്കിൽ പോലും ഹയർ സെക്കൻഡറിയോടൊപ്പം ഈ നീറ്റ് എക്സാമിന് പ്രിപ്പയർ ചെയ്യാനായിട്ട് ഒരു പ്രൈവറ്റ് കോച്ചിങ് സെൻറ്ററിൽ ചേർന്ന് പഠിക്കാനുള്ള പ്രഷറാണ് അല്ലേ? ഡബിൾ ദ വർക്ക് ലോഡ്, ഡബിൾ ദ സ്ട്രെസ്, ആൻഡ് സ്റ്റിൽ ഒരു ഗ്യാരണ്ടിയും പറയാൻ പറ്റില്ല. ആൻഡ് പൈസ ഇല്ലാത്ത ഫാമിലീസിന്, ഈ പ്രൈവറ്റ് കോച്ചിങ് അഫോർഡ് ചെയ്യാൻ പറ്റാത്ത ഫാമിലീസിന് മെഡിക്കൽ സീറ്റ് ഒന്ന് സ്വപ്നം കാണാൻ പോലും സാധിക്കുന്നില്ല. ആൻഡ് ഇറ്റ് നെവർ വാസ്. ആൻഡ് ഈ 2026 പേപ്പർ ലീക്കായി. റൂമർ സ്പെക്കുലേഷനൊന്നുമല്ല, ലീക്കായ 120 ക്വസ്റ്റ്യൻസും നീറ്റ് ക്വസ്റ്റ്യൻ പേപ്പറുമായിട്ട് എക്സാക്ട്ലി മാച്ചിങ് ആണ്. ആൻഡ് പേപ്പർ ലീക്കായിട്ടുണ്ട് എന്ന് പ്രൂവ് ചെയ്യുന്ന, ഇഗ്നോർ ചെയ്യാൻ പറ്റാത്ത എവിഡൻസുമായിട്ട് വന്നപ്പോൾ NTA അഥവാ നാഷണൽ ടെസ്റ്റിംഗ് ഏജൻസി എക്സാം ക്യാൻസൽ ചെയ്തു. ഈ 3 വർഷത്തിനുള്ളിൽ ഇതിപ്പോൾ 2ാമത്തെ പ്രാവശ്യമാണ് ക്വസ്റ്റ്യൻ പേപ്പർ ലീക്കാവുന്നത്. 2024 ഇതുപോലെ ക്വസ്റ്റ്യൻ പേപ്പർ ലീക്കായിട്ടുണ്ട്. ഈ ലീക്കായ ക്വസ്റ്റ്യൻ പേപ്പർ കിട്ടാനായിട്ട് ഫാമിലീസ് 40 ലക്ഷം മുതൽ 50 ലക്ഷം വരെയാണ് കൊടുത്തത്. നേരായ മാർഗത്തിലൂടെ എക്സാം എഴുതിയ സ്റ്റുഡൻസ്, ഇത്രയും പൈസ കൊടുക്കാൻ ഇല്ലാത്തവരോ അല്ലെങ്കിൽ ഉണ്ടായിട്ടും കൊടുക്കാൻ തയ്യാറല്ലാത്ത സ്റ്റുഡൻസ്, അവരൊക്കെ ഫെയിൽ ആവുന്നു ടു ഫ്രോഡ്. ആൻഡ് NTA ഈ എക്സാമിൻ്റെ ഇൻറ്റിഗ്രിറ്റി പ്രൊട്ടക്റ്റ് ചെയ്യേണ്ട ഇവർ ക്യാമറേൻ്റെ മുന്നിൽ വന്നിട്ട് പറയാണ്, ഈ റിപ്പോർട്ട് വന്നപ്പോൾ തന്നെ എക്സാം ഞങ്ങൾ ക്യാൻസൽ ചെയ്യാൻ വേണ്ടിയിട്ട് വിളിച്ചു പറഞ്ഞു. ഒന്ന് അപ്പോളജൈസ് ചെയ്യുക പോലും ചെയ്തിരുന്നില്ല.
ഇത്രയും എഫേർട്ടും സാക്രിഫൈസും ട്രസ്റ്റും എല്ലാം ഉണ്ടായിരുന്ന സ്റ്റുഡൻസ് അപ്പോൾ ആരായി? ഇറ്റ് വാസ് ആൻ ഇൻസൾട്ട്. ഇപ്പോൾ ഇതൊക്കെ നടന്നുകൊണ്ടിരിക്കുമ്പോഴും ഇപ്പോഴും കുറേ സ്റ്റുഡൻസ് വീട്ടിൽ നിന്നൊക്കെ കുറേ ദൂരം മാറി ഒരു 4 ചുമരിൻ്റെ ഉള്ളിലിരുന്ന് ഏതോ ബുക്കിലേക്ക് നോക്കിയിട്ട് ഇത് പഠിക്കണോ അതോ കത്തിച്ച് കളയണോ എന്നോ ആലോചിച്ചുകൊണ്ടിരിക്കുന്നുണ്ടാവും. റിസർച്ചേഴ്സ് പറയുന്നുണ്ട് നീറ്റ് എക്സാമിന് പ്രിപ്പയർ ചെയ്യുന്ന 60% സ്റ്റുഡൻസും ഡിപ്രഷൻ്റെ സയൻസ് കാണിക്കുന്നുണ്ട് എന്ന്. സ്വയം മനസ്സിലാക്കുകയോ തൻ്റെ കഴിവുകൾ തിരിച്ചറിയുകയോ ഈ ലോകത്തിന് ഓഫർ ചെയ്യാനുള്ള മറ്റ് കാര്യങ്ങളെക്കുറിച്ചൊക്കെ അറിയുന്നതിനൊക്കെ എത്രയോ മുന്നേ തന്നെ വെറും 16 വയസ്സൊക്കെ ആകുമ്പോഴേക്കും ഈ നീറ്റ് എക്സാമിൻ്റെ ട്രാക്കിലേക്ക് അങ്ങോട്ട് സ്റ്റുഡൻസ് കയറുകയാണ് വിത്ത് ഇൻറ്റൻസ് പ്രഷർ. ശരിക്കും എഡ്യൂക്കേഷൻ എന്ന് പറയുന്നത് ജസ്റ്റ് ഒരു പ്രൊഫഷനിലേക്ക് കയറാനുള്ള ടിക്കറ്റ് മാത്രമല്ല, ബട്ട് ഒരു നല്ല മനുഷ്യനാവാനുള്ള സ്വന്തം കഴിവുകൾ തിരിച്ചറിഞ്ഞ് അത് വളർത്തിക്കൊണ്ടുവരാൻ സഹായിക്കുന്ന ഒന്നാവണം. പക്ഷേ എവിടെയോ വെച്ച് ഈ നീറ്റ് പോലെയുള്ള എക്സാംസൊക്കെ സ്റ്റുഡൻസും പഠനവും തമ്മിലുള്ള റിലേഷൻഷിപ്പ് കംപ്ലീറ്റ്ലി ചേഞ്ച് ചെയ്തു. ക്യൂരിയോസിറ്റിയുടെ പുറത്തല്ല, മറിച്ച് പേടിയുടെ പുറത്ത് ബിൽഡ് ചെയ്ത ഒരു കോട്ടയായിട്ട് ഇത് മാറി. നീറ്റ് എക്സാം നാളെ തന്നെ അബോളിഷ് ചെയ്യണം, എല്ലാം നിർത്തണം എന്നൊന്നുമല്ല പറയുന്നത്. ബട്ട് കുറേ മാറ്റങ്ങൾ കൊണ്ടുവന്നേ പറ്റൂ. ഇറ്റ്സ് നോട്ട് ഓപ്ഷണൽ എനിമോർ, ഇറ്റ് ഹാസ് ടു ചേഞ്ച്. സിലബസിൽ ചേഞ്ചസ് കൊണ്ടുവരണം. കൂടുതൽ ബയോളജി ആവണം ആൻഡ് ലെസ് എഞ്ചിനീയറിംഗ് ലെവൽ ഫിസിക്സ്. ഫ്യൂച്ചർ ഡോക്ടേഴ്സ് പ്രിപ്പയർ ചെയ്യുന്നത് മെഡിസിൻ ആണ്, അല്ലാതെ മെക്കാനിക്സ് അല്ല. അതുപോലെ നോളജ് മാത്രം ടെസ്റ്റ് ചെയ്താൽ പോരാ, അവരുടെ തിങ്കിങ്, റീസണിങ്, ക്ലിനിക്കൽ സ്റ്റൈൽ പ്രോബ്ലംസ് എങ്ങനെ ഹാൻഡിൽ ചെയ്യുന്നു ഇതൊക്കെ ടെസ്റ്റ് ചെയ്യണം. അല്ലാതെ കുറേ കാണാപാഠം പഠിച്ച് കുറച്ച് MCQ ക്വസ്റ്റ്യൻസ് മാത്രം അറ്റൻഡ് ചെയ്യുന്നതാവരുത്. അതുപോലെ CBSE ബയാസ് എൻഡ് ചെയ്യണം. ഇപ്പോഴത്തെ നീറ്റ് എക്സാമിൻ്റെ സിലബസ് ഒക്കെ CBSE സിലബസുമായിട്ട് കൂടുതൽ റിലേറ്റഡ് ആണ്, ഇൻക്ലൈൻഡ് ആണ്. ഇറ്റ് നീഡ്സ് ടു എൻഡ്. ആൻഡ് NTA കൂടുതൽ അക്കൗണ്ടബിൾ ആൻഡ് റെസ്പോൺസിബിൾ ആവണം. ചുമ്മാ കുറേ പ്രസ് കോൺഫറൻസ് വിളിച്ചു വരുത്തിയിട്ട് കാര്യമില്ല. കൂടുതൽ സ്ട്രക്ചേർഡ് ആൻഡ് റെസ്പോൺസിബിളി ഇതിനെ നോക്കിക്കാണണം. ചുമ്മാ സ്റ്റുഡൻസിൻ്റെ മേലേക്ക് പഴിചാരി രക്ഷപ്പെടാൻ പറ്റില്ല. ഇപ്രാവശ്യത്തെ നീറ്റ് എക്സാം എഴുതിയ എല്ലാവരോടും നിങ്ങളിപ്പോൾ ലൂസായത് നിങ്ങളുടെ തെറ്റുകൊണ്ടല്ല, പകരം നിങ്ങളുടെ എഫേർട്ടിനെ റെസ്പെക്റ്റ് ചെയ്യാത്ത ഒരു മോശം സിസ്റ്റം കാരണമാണ്. ബട്ട് ഡോണ്ട് വറി, കേരള ഹാസ് ഓൾവേസ് പ്രൊഡ്യൂസ്ഡ് റിമാർക്കബിൾ ഡോക്ടേഴ്സ്. റിമോട്ട് വില്ലേജസിൽ പോലും പബ്ലിക് ഹെൽത്ത് സിസ്റ്റംസ് ബിൽഡ് ചെയ്ത് ഈ രാജ്യത്തിന് തന്നെ അഭിമാനമായി മാറിക്കൊണ്ടിരിക്കുന്ന ഒരു സ്റ്റേറ്റാണ് നമ്മളുടേത്. ആൻഡ് വി ആർ സ്ട്രോങ് ആൻഡ് കേപ്പബിൾ മോർ ദാൻ വി തിങ്ക്. സോ നിങ്ങൾക്കൊരു ഡോക്ടർ ആവണം, മറ്റുള്ളവരെ കെയർ ചെയ്യണം, പരിപാലിക്കണം എന്ന സ്ട്രോങ് ആയിട്ടുള്ളൊരു ഡിസയർ ഉണ്ടെങ്കിൽ നിങ്ങളതായിരിക്കും. എക്സാം ഇനിയും കണ്ടക്ട് ചെയ്യും. ആൻഡ് ഇതിലൂടെയൊക്കെ കടന്നുപോയി സ്ട്രോങ് ആയിട്ട് വരുന്ന ഒരു ഡോക്ടറില്ലേ, അവരെയാണ് നമുക്ക് വേണ്ടത്. ഡോണ്ട് ലെറ്റ് എ ബ്രോക്കൺ സിസ്റ്റം റൈറ്റ് ദ എൻഡ് ഓഫ് യുവർ സ്റ്റോറി.